മൂവാറ്റുപുഴയിൽ KSRTC സർവീസിനെ ചൊല്ലി LDF UDF തർക്കം. മൂവാറ്റുപുഴ കല്ലൂർക്കാട് ബസ് സർവീസിനെ ചൊല്ലിയാണ് വിവാദമുണ്ടായത്. സർവീസ് അനുവദിച്ചതിൽ അവകാശവാദം ഉന്നയിച്ചായിരുന്നു തർക്കം. മാത്യു കുഴൽനാടൻ MLA ഉൾപ്പെടെയുള്ളവർ വാഹനത്തിലുണ്ടായിരുന്നു. ഒരു ബസിന്റെ ഈ എയർ ഹോൾ അടച്ച് കെട്ടുക എന്ന് പറഞ്ഞാൽ KSRTC തന്നെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ദീർഘമായിട്ട് പോകുന്ന സമയത്ത് അത് ആവശ്യമില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവിടെ ഒരു രാഷ്ട്രീയവൽക്കരിക്കാനും ഇത് ആരുടെ നേട്ടമാണെന്ന് ഇതുപോലത്തെ കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി ഇതുപോലുള്ള കടിപിടി കൂട്ടുന്ന അല്ലെങ്കിൽ ഇതുപോലെ നിസ്സാരമായി പ്രവർത്തിക്കുന്ന ആളുകളെ വങ്ങേറ്റം പുച്ഛത്തോടു കൂടി ഇതിനെ കാണത്തുള്ളൂ. ഇതൊന്നും രാഷ്ട്രീയ പ്രവർത്തനമല്ല, ഇതൊന്നും അല്ല രാഷ്ട്രീയ പ്രവർത്തനം. രാഷ്ട്രീയ പ്രവർത്തനം ജനങ്ങളെ സേവിക്കുന്ന, ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിലാണ്. അല്ലാണ്ട് ഇതാണ് രാഷ്ട്രീയം എന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ നിർഭാഗ്യകരമായ ഒരു നിലപാടാണ് ഈ കാര്യത്തിൽ CPM സ്വീകരിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ് നേതാക്കന്മാർ അറിഞ്ഞിട്ടാണെന്ന് അറിയില്ല. മോസന വിവരം. ഇന്ന് രാവിലെയാണ് തൊടുപുഴയ്ക്ക് കല്ലൂർക്കാട് വഴി ആരംഭിച്ച KSRTC ബസ് മാത്യു കുഴൽനാടൻ MLA ഫ്ലാഗ് ഓഫ് ചെയ്തത്. തുടർന്ന് തൊടുപുഴയിലേക്ക് മാത്യു കുഴൽനാടൻ MLA ബസ് യാത്ര ചെയ്തിരുന്നു. അതിനിടെ KSRTC ഡിപ്പോയിൽ നിന്നും സർവീസ് ആരംഭിച്ച് 2 കോട്ടക്കവൽ എത്തിയപ്പോഴാണ് ഇത്തരത്തെ LDF പ്രവർത്തകർ UDF പ്രവർത്തകർ തമ്മിൽ തർക്കമുണ്ടാവുകയും പിന്നീട് അത് കയ്യാങ്കളിയിലേക്ക് എത്തുന്നൊരു സാഹചര്യത്തിലേക്ക് നീങ്ങിയതും സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച ഒരു ഫ്ലക്സ് വാഹനത്തിൽ കെട്ടിയിരുന്നു. ഈ ഫ്ലക്സ് നീക്കം ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചായിരുന്നു തർക്കം ഉണ്ടായത്. ഈ പറയുന്നത് പ്രകാരം ഈ എയർ ഹോൾ അടച്ചു കെട്ടുന്ന രീതിയിലാണ് ഫ്ലക്സ് കെട്ടിയിരുന്നത്. ഇത്തരത്തിലൊരു ഫ്ലക്സിന്റെ ആവശ്യമില്ല എന്നുള്ള ഒരു കാര്യമാണ് UDF പ്രവർത്തകർ ഉന്നയിച്ചത്. പിന്നീട് രാഷ്ട്രീയ വിവാദമാവുകയും തമ്മിൽ വലിയ രീതിയിൽ തർക്കം ഉണ്ടാവുകയും കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയും ചെയ്തു. പിന്നീട് എന്താണെങ്കിലും ആ തർക്കങ്ങളൊക്കെ അവസാനിച്ച് സർവീസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു.